ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുട്ടക്കാടകളെയാണ് കേട്ടോ. കൂട്ടിലേക്ക് കയറി ചെന്ന ഉടനെ നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കണം. അവർ കൂട്ടിൽ കിടന്ന് തിക്കും തിരക്കും കൂടും. അതില്ലാതാക്കാനാണ് നമ്മൾ ചെന്ന ഉടനെ തന്നെ പാത്തിയിൽ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് മുട്ട കളക്ട് ചെയ്യുന്നതും ഒന്നും കൂടെ എളുപ്പമായിട്ട് മാറും. ആ മേലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്തിയിലാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അടിയിലുള്ള നെറ്റിൻ്റെ പാത്തിക്ക് മുട്ട ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മളതിൽ നിന്ന് എഗ്ഗ് കളക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു കടലാസം പെട്ടി എടുത്തിട്ട് ഞങ്ങൾ എഗ്ഗ് കളക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പെട്ടിയിൽ കളക്ട് ചെയ്തിട്ട് ചെറിയ ബോക്സുകളിലാക്കി ഞങ്ങൾ ഷോപ്പുകളിലേക്കൊക്കെ കൊടുക്കും. അതേമാതിരി വീടുകളിലേക്ക് കൊടുക്കും. ആവശ്യക്കാർ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് വാങ്ങും. ഈ രീതിയിലൊക്കെയാണ് ഞങ്ങളിത് സെയിൽ ചെയ്യൽ. ഈ മുട്ടക്കാട വളർത്തുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് തീറ്റയാണ്. ഇവരെ തീറ്റയ്ക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്, ഒരു ചാക്കൊക്കെ കിട്ടണമെങ്കിൽ. എന്നാലും നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. നല്ലോണം നോക്കി നടത്തുകയാണെങ്കിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ ഇറക്കി വല്ലാതെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മുട്ടക്കാടകൾ നമുക്ക് വരുമാനം തന്നു തുടങ്ങും. കൃത്യം ഒരു വർഷം നമ്മൾ ഇവരെ വളർത്തുള്ളൂ. അതുവരെ ഇവരെ മുട്ടയിടുള്ളൂ. ആ മുട്ടയിട്ട് തീർന്ന കാടകൾ പിന്നെ നമ്മൾ അറക്കാൻ കൊടുക്കലാണ് ചെയ്യൽ. ആ കാടകളെ അറക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ കാടനെ വാങ്ങിയ പൈസ നമുക്ക് ഇവിടെ മുതലാവും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നല്ല വളം ഇവരുടെ അടുത്തു നിന്നാണ് നമ്മൾ ഉണ്ടാക്കൽ. ഇതേമാതിരി ചാക്ക് വിരിക്കും. എന്നിട്ട് അതിനു വേണ്ടി ഞങ്ങൾ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുഴിയിൽ കൊണ്ടുപോയിട്ട് ഈ വളമ നിക്ഷേപിക്കും. ആ വേസ്റ്റും കുഴി ഞങ്ങൾ രണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് ആ കുഴി. ഇത് 2 തട്ടാണ്. ഒരു തട്ട് നിറഞ്ഞതിന് ശേഷം അടുത്ത തട്ടിലിടും. അപ്പോഴേക്ക് ഒന്നിലുള്ളത് എന്തായാലും ഒരു ഭാഗം ഉണക്കമായിട്ടുണ്ടാവും. ഇപ്പം നമുക്കിതാ ഇത്രയും എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3 ബോക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 1500-2000 മുട്ടയൊക്കെ എന്തായാലും ഉണ്ടാവും. ഇനി നമ്മൾ ബോക്സ് ആക്കാൻ പോവാണ്. ഇതാ ഇങ്ങനൊരു കെട്ടാണ് ഈ ബോക്സ് ഉണ്ടാവുക. ഇതിലൊരു 50 പീസ് ഉണ്ടാവും. അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് വേണം നമ്മൾ ബോക്സ് ആക്കാൻ. ഇതൊക്കെ ആ ബോക്സാണ് കേട്ടോ, 50 എണ്ണത്തിലുള്ള. ഇനി നമ്മൾ ബോക്സ് ആക്കണത് എങ്ങനെയെന്ന് കാണിക്കുക. ഇതിങ്ങനെ മടക്കിയിട്ടാണ് ബോക്സ് ആക്കൽ. പിന്നെ നമ്മൾ പ്ലാസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഒട്ടിക്കും. ബോക്സിൻ്റെ അടിഭാഗം പ്ലാസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് ആ ബോക്സിൻ്റെ അടിഭാഗത്ത് വിരിച്ച് കൊടുക്കണം. ഇതാ ഇതുപോലെയാണ് പേപ്പർ വെക്കേണ്ടത്. ഇനി അതിൻ്റെ ഹോൾസ് തുറന്ന് കൊടുക്കണം, എന്നാലേ അതിലേക്ക് എയർ കിടക്കുള്ളൂ. ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ മുട്ട പാക്ക് ചെയ്യുക. ആദ്യത്തെ ലെയറിൽ 20ഉം രണ്ടാമത്തെ ലെയറിൽ 20ഉം. ഇപ്പം നമ്മൾ ആദ്യത്തെ ലെയറിൽ 20 എണ്ണം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് 40ൻ്റെ ബോക്സ് ആയതുകൊണ്ട് തന്നെ 40 മുട്ട മാത്രമേ ഇതിൽ കൊള്ളുള്ളൂ. അതിലപ്പുറം ഇതിൽ വെക്കാൻ നമുക്ക് കഴിയൂല. കാരണം അതിൽ കൊള്ളൂല. അപ്പോൾ വേഗം പൊട്ടിപ്പോകും ഏറുണ്ടെങ്കിൽ. ഇനി നമ്മൾ ആ 20 മുട്ടൻ്റെ മേലൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു 20 എണ്ണം വെക്കും. അപ്പോൾ 40 കറക്റ്റായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഈ ബോക്സ് ആക്കൽ. ഇനി ആ 20ഉം വെച്ചതിന് ശേഷം നമ്മൾ മേലെ വീണ്ടും ഒരു പേപ്പർ വെച്ചിട്ട് അത് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കും. മറക്കാതെ എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മളെ ബോക്സ് റെഡിയാണ് കേട്ടോ. ഇതാ ഇത്രയും. ഇത് നമ്മൾ ഡാമേജ് ഉള്ള മുട്ട മാറ്റി വെച്ചതാണ്. താങ്ക് യു.